Hi everyone, welcome back to Hacker. I am Rizwan Amzan Ahmad. ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ ആക്ച്വലി നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇതേ ഫാക്ടേഴ്സ് ആൻഡ് ഇതേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളും ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലുള്ള ഉത്തരം കണ്ടെത്തിയിട്ടുള്ളത്. ആൻഡ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ നിങ്ങളുടെ വീഡിയോസിന്റെ CTR അഥവാ ക്ലിക്ക് ത്രൂ റേറ്റ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് CTR എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ CTR മറ്റൊന്നുമല്ല, നമ്മുടെ ഫീഡിൽ ഒരുപാട് വീഡിയോസ് വരും. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഒക്കെ ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം. അതായത് നമ്മൾ കാണുന്ന സംഭവം ഒരാളുടെ ഫീഡിൽ എത്തി എന്ന് പറയാം. ഈ ഇംപ്രഷൻസ് ഉണ്ട്, ഈ ഒരുപാട് വീഡിയോസിന്റെ ഇടയിൽ കൂടിയിട്ട് നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ആ വീഡിയോന്റെ ഉള്ളിലേക്ക് എത്തുന്നില്ല, അപ്പോഴേ നമുക്കൊരു വ്യൂ വരുന്നുള്ളൂ. റൈറ്റ്. സോ ഈ ക്ലിക്ക് ചെയ്യുന്ന റേറ്റിനെയാണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്. സോ എന്തുകൊണ്ട് നമ്മൾ ക്ലിക്ക് ത്രൂ റേറ്റ് ബെറ്റർ ആക്കണം എന്ന് വെച്ചാൽ ക്ലിക്ക് ത്രൂ റേറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോസിന്റെ വ്യൂസ് കൂടും. അതായത് 1000 ആൾക്കാരിൽ 3% ക്ലിക്ക് ത്രൂ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ജസ്റ്റ് 30 വ്യൂസ്. 1000 ആൾക്കാരിൽ 10% ക്ലിക്ക് ത്രൂ റേറ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് 1000 വ്യൂസ് ഇൻ ദ സെയിം വീഡിയോ, അല്ലെങ്കിൽ ഫോർ ദ സെയിം വീഡിയോ. സോ ഹൗ ഡു യു ഇംപ്രൂവ് യുവർ ക്ലിക്ക് ത്രൂ റേറ്റ്? സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്പർ 1, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ഒരാളൊരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യണോ വേണ്ടിയെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ തംബ്നെയിൽ തന്നെയാണ്. റൈറ്റ്. സോ നിങ്ങൾ തംബ്നെയിൽ റിയലി ബെറ്റർ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചെയ്യാം, നിങ്ങൾ എൻഷുർ ചെയ്യാം. എങ്ങനെ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്പർ 2 is ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ തംബ്നെയിൽ നോക്കിയതിന് ശേഷം താഴെ വന്നിട്ട് എന്താ വീഡിയോ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യാം. എസ്പെഷ്യലി ഇന്നിപ്പം യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് ഉള്ളിലേക്ക് വരാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അവിടെ ഓട്ടോമാറ്റിക്കലി വീഡിയോസ് പ്ലേ ആയി തുടങ്ങുന്നുണ്ട്. സോ ആ ഒരു സിനാരിയോയിൽ നമുക്ക് ആ വീഡിയോന്റെ ടൈറ്റിൽ ഈസ് അഗെയിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ടൈറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ടൈറ്റിൽ പ്രോപ്പറായിട്ട് കീവേഡ്സ് ഒക്കെ റിസർച്ച് ചെയ്ത ആൾക്കാർക്ക് ഹുക്ക് ചെയ്യുന്ന തരത്തിൽ, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്കായിട്ടുള്ള ഒരു പ്രോപ്പർ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ എൻഷുർ ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു ഫാക്ടറാണ് ആ ഒരു വെർട്ടിക്കുലർ വീഡിയോന്റെ ആദ്യത്തെ ഒരു 25 to 30 അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഇൻട്രോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹുക്ക് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് എന്നുള്ളത്. വൈറ്റ് മാറ്റർ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഉള്ളിലേക്ക് വന്നാൽ മാത്രമല്ല ഇന്നിപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കാം. ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി ആ ആപ്പിൽ തന്നെ അത് പ്ലേ ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്നെങ്കിൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഹവർ ചെയ്തതിനാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ അവിടെ സ്റ്റാൻഡ് സ്ലൈഡ് വെച്ച് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുന്നുണ്ട്. സോ ആ വീഡിയോന്റെ ഫസ്റ്റ് സെഗ്മെന്റ് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരുന്നുള്ളൂ. സോ ആ വീഡിയോന്റെ ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഇവൻ ലെറ്റ്സ് സേ ആദ്യത്തെ മിനിറ്റ് എന്ന് പറയുന്നത് വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മിനിറ്റാണ് ആൾക്കാരെ വീടിന്റെ ഉള്ളിലേക്ക് എത്തിക്കേണ്ടിയിട്ടായിട്ട്. ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു കർമ്മം നിർവഹിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ സക്സസ് ആയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സോ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ CTR അഥവാ ക്ലിക്ക് ത്രൂ റേറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബെറ്റർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചാനലിന്റെ നിങ്ങൾ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സോ നിങ്ങൾ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ CTR എന്താണെന്നുള്ളത് ഞങ്ങളെ കമന്റിൽ അറിയിക്കുക. Until we see next time, subscribe to the channel, stay tuned and zero pages.